ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിരുന്നത്. CPM അംഗമായ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ VS-നെ അവസാനമായി ഒരു നോക്ക് കണ്ടതിന് ശേഷം വീട്ടിൽ നിന്നും മടങ്ങുകയാണ്. നാളെ രാവിലെയും അവർ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന ഒരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് AKG ഗവേഷണ കേന്ദ്രത്തിൽ പൊതുദർശനത്തിൽ വെച്ച സമയത്ത് പല നേതാക്കൾക്കും നേരിട്ട് എത്താൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ട്. അവരൊരു പക്ഷേ നാളെ രാവിലെ വീട്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യം, അതായത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തിയാൽ അവർക്ക് VS-നെ അവസാനമായി ഒരു നമുക്ക് കാണുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം വീട്ടിൽ ഒരുക്കിക്കൊടുക്കും. അത്തരത്തിലൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിന് പ്രകാരമുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തിയ നേതാക്കളിൽ പലരും ഇപ്പോൾ മടങ്ങിപ്പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. മടങ്ങിപ്പോയതിനു ശേഷം നാളെ, അതായത് ഇനി വീട്ടിൽ ബന്ധുക്കൾ അടുത്ത ആളുകൾക്ക് മാത്രമാണുള്ളത്. VS-നെ സ്നേഹിച്ച, VS-നോടൊപ്പം വളരെ നാൾ അടുത്ത് പ്രവർത്തിച്ച ആളുകൾ പലരുമൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ എത്തി വീട്ടിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട, അതായത് ഈ നേരത്തെ തന്നെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ബേബി, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം തന്നെ വീട്ടിലെത്തിയതിനു ശേഷം ഇപ്പോൾ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. അവിടെ വീട്ടിലെത്തിയ പ്രധാന നേതാക്കളെല്ലാം തന്നെ മടങ്ങുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ അവിടെ വീട്ടിൽ എത്തി VS-നെ കണ്ട ശേഷം മടങ്ങുകയാണ്. അവരുടെ പുറത്ത് കാത്തിരിക്കുന്നവർക്ക് അവിടെ കാണാനുള്ള സാധ്യത. ആളുകളോടൊക്കെ മടങ്ങാനുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആളുകൾ ലക്ഷ്യങ്ങളോടുകൂടി തന്നെ ഇങ്ങനെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. VS-നെ കാണാൻ കഴിഞ്ഞേക്കും എന്ന പ്രത്യാശയോടുകൂടി ആളുകൾ ഇപ്പോഴും പുറത്ത് തടിച്ചു കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 7:30 AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ VS-ന്റെ മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം 10 മണിയോടുകൂടി അവിടെ നിന്ന് പൊതുദർശനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നായിരുന്നു കരുതിയത്. പക്ഷേ അത് വളരെയധികം വൈകി. ഏതാണ്ട് 11:30 ആയപ്പോഴാണ് അവിടെ നിന്ന് മൃതദേഹം പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞത്. അതും അവിടെ എത്തിയ എല്ലാവർക്കും കാണാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. അതിന് നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പൊതുദർശനം വളരെ മണിക്കൂറുകളോളം നീണ്ടേനെ. അത് മറ്റ് ക്രമീകരണങ്ങളെയൊക്കെ ബാധിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പൊതുദർശനം വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയും അവിടെ നിന്ന് മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്.